മറ്റൊരു വാർത്ത ചേർത്തലയിൽ നിന്നുള്ള ഒരു ദാരുണമായ വാർത്തയാണ്. ആലപ്പുഴ ചേർത്തലയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കടകരപ്പള്ളി സ്വദേശി ആരതിക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഭർത്താവ് ശ്യാംജിത്താണ് യുവതിയെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തിയത്. ശ്യാംജിത്തിനും പൊള്ളലേറ്റിട്ടുണ്ട്. ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ആരതി. കുടുംബ വഴക്കാണ് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ശരണ്യ സ്നേഹത്തിന്റെ റിപ്പോർട്ട് കാണാം. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെ 9:30 പട്ടണക്കാട് സ്വദേശിനിയായ ആരതി എന്ന 31-കാരിയാണ് ഭർത്താവ് ശ്യാംജിത്ത് തലയിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ഇവർ തമ്മിൽ കുടുംബകലഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. മാത്രമല്ല പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേസും നിലനിൽക്കുന്നു എന്നുള്ളതും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. രാവിലെ 9:30 ജോലിസ്ഥലത്തേക്ക് എത്തിയ ആരതിയെ, അതായത് താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് ആരതി ജോലി ചെയ്യുന്നത്. അവിടേക്ക് എത്തിയ ആരതിയെ തടഞ്ഞു നിർത്തുകയും രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. പിന്നീട് ശ്യാംജിത്ത് ആരതിയുടെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തി. ഈ സംഭവത്തിൽ ആരതിക്കും ശ്യാംജിത്തിനും പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ആരതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലീസ് എത്തിയ ശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. രണ്ടുപേർക്കും 2 കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർ തമ്മിൽ കലഹത്തെ തുടർന്ന് കുറച്ച് നാളുകളായി 2 വീടുകളിലായാണ് താമസിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ശ്യാംജിത്ത് ആരതിയെ കാണാനായി എത്തിയത് എന്നുള്ളതാണ്. ശ്യാംജിത്തിന് 35 വയസ്സും ആരതിക്ക് 31 വയസ്സുമാണുള്ളത്. ആരതിയെയും ശ്യാംജിത്തിനെയും ഗുരുതരമായ പൊള്ളലേറ്റതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരതിയുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ്. എന്തായാലും 80% ആരതിക്ക് പൊള്ളലേറ്റുണ്ടെന്ന് പോലീസ് പറയുന്നു. ചേർത്തല പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9:30 ഈ അതിദാരുണമായ സംഭവം ചേർത്തലയിൽ ഉണ്ടായത്.